ഹലോ, സേ cheers. ഇന്ന് പാസ്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ പേര് പിങ്ക് സോസ് പാസ്ത. ചുവന്ന കളറാണെങ്കിൽ പോലും പിങ്ക് സോസ് പാസ്തയാണ് പേര്. ആദ്യം ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കണം. വെള്ളം നല്ലോണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പാസ്ത നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ കപ്പിന് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് വേവിക്കണം. പാസ്ത വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. പിന്നെ അത് കൈ കൊണ്ടൊന്ന് അമുക്കി കൊടുക്കുമ്പോൾ അത് അമുങ്ങും എളുപ്പത്തിൽ. ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് വെന്തോന്ന് കണ്ടാൽ അതിനെ ഒരു കൊലാണ്ടറിലേക്ക് മാറ്റുക. ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഈ പാസ്തയിൽ കുറച്ച് സ്റ്റാർച്ച് ഉണ്ടാകും. അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. അടുപ്പിൽ നിന്ന് വാങ്ങി നേരെ ഇതുപോലത്തെ ഒരു ഓട്ടയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് അതുപോലെ വെക്കുക. ഇനി ഒരു 6 തക്കാളി എടുത്തിട്ട് അതിനെ മിക്സിയിൽ ഇതുപോലെ അരച്ചിട്ട് പ്യൂരിയാക്കി വെക്കണം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഗ്രൗണ്ട്നട്ട് ഓയിലും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കണ്ട. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാട്ടുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കണം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി വതങ്ങിയ ശേഷം അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ സവാള നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ പിരിയമുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ മുളകിനെ ഉള്ളിയുടെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ആ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനെ ഒരു 6-7 മിനിറ്റ് തിളപ്പിക്കണം. നമ്മൾ വേവിക്കാൻ വെക്കണം. അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട, അങ്ങനെ തുറന്നു തന്നെ ഇരുന്നോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത ശേഷം നമ്മൾ വെള്ളം വാരാൻ വെച്ച പാസ്ത ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിസാൻ്റെ സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1/2 കപ്പ് വേവിച്ച് വെച്ച ചോളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഫ്രോസൺ കോണിനൊന്ന് വേവിച്ച് ചേർത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒറിഗാനോ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ മിക്സ്ഡ് ഹെർബ്സ് പറഞ്ഞ് കിട്ടും. അത് വേണമെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർക്കണം. നമ്മുടെ പാൽപ്പാട വേണമെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക, കടയിൽ നിന്ന് മേടിച്ച ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഒന്നും കൂടെ. ഈ പാസ്ത നമ്മൾ കുറച്ചൊരു ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് ഇതിൽ ആ ഒറിഗാനോവും മിക്സ്ഡ് ഹെർബ്സ് ഒക്കെ ഇട്ടാൽ കുറച്ച് സ്വാദുണ്ടാകും. അവസാനം മുകളിൽ കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില വിതറി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പാസ്ത ചൂടോടെ കഴിക്കുമ്പോൾ നന്നാവുക. ഇനി എങ്ങാനും മാറിപ്പോയാണെങ്കിൽ കഴിക്കുന്ന മുമ്പ് അവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. കഴിക്കാൻ ആവശ്യമുള്ള പാസ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്
അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില തൂവി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേ ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. ചീസിൽ പിശുക്ക് കാണിക്കരുത് കേട്ടുള്ളൂ, അത് നല്ലോണം ഇട്ടിട്ടില്ലെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.